ഈശോയിലെ ടെസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഫരിസേയരുടെയും സദുക്കാരുടെയും പുളിമാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ഫരിസേയരുടെയും സദുക്കാരുടെയും പ്രബോധനങ്ങളെ സൂക്ഷിക്കാനാണ് ഈശോ അവരോട് ആവശ്യപ്പെടുന്നത്. പക്ഷേ അവർ വളരെ സിമ്പിളായിട്ട് അവർ ചിന്തിക്കുകയാണ്, നമ്മൾ അപ്പം എടുക്കാൻ മറന്നു പോയതുകൊണ്ടായിരിക്കാം ഈശോ ഇപ്രകാരം നമ്മളോട് പറയും, പുളിമാവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ഈശോ അവരോട് പറയുകയാണ്, ഇതിനു മുമ്പുള്ള അത്ഭുതങ്ങൾ എന്തിനെ കുറിച്ചായിരുന്നു അല്ലെ, അപ്പം വർദ്ധിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? വളരെ സിമ്പിളായിട്ട് ഈശോ ചോദിക്കുകയാണ്. അതായത് ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്കൊരു വാണിംഗ് നൽകുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മുൻപോട്ടുള്ള യാത്രയിൽ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ശിഷ്യന്മാർക്ക് മുന്നേ കൂട്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈശോ അവരോട് പറയുന്നുണ്ട്, ഇതുവരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള അത്ഭുതങ്ങളിലൂടെ ദൈവത്തിന്റെ പരിപാലനം നിങ്ങൾ പഠിക്കണമെന്ന് പറയുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കാം. അതായത് നമ്മുടെ ജീവിതത്തിൽ ചില പാപകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ദൈവം നമുക്ക് ഇങ്ങനെ ചില മുന്നറിയിപ്പുകളൊക്കെ നൽകും. ഇത് വേണ്ട, നമ്മുടെ മനസ്സിൽ തന്നെ തോന്നും ഇത് ശരിയല്ല, ഈ ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല, ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ദൈവം തന്നെ നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ ചില തോന്നലുകളൊക്കെ നൽകും, ചില മുന്നറിയിപ്പുകളൊക്കെ നൽകും. ശിഷ്യന്മാർക്ക് നൽകിയതുപോലെ തന്നെ ചില മുന്നറിയിപ്പുകൾ നമുക്ക് നൽകും. രണ്ടാമതായിട്ട് ഈശോ നമ്മളോട് പറയുന്നുണ്ട്, ഇതുവരെ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വഴികൾ നീ ഓർക്കുവിൻ. ചില അത്ഭുതങ്ങളൊക്കെ നിന്റെ ജീവിതത്തിലും പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിലും ഈശോ നിനക്ക് കരുതലുള്ള ഒരു സ്നേഹം നൽകുമെന്നൊക്കെ ഈശോ നമ്മളോട് പറയുന്നുണ്ട്. ഇന്നത്തെ വചനഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചിന്തിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.